ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് സഞ്ജു സാംസൺ. ഓക്കെ, സഞ്ജു സാംസന്റെ ഒരു വീഡിയോ നമ്മുടെ സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താണെന്ന് അത് കണ്ടു നോക്കാം. ഓക്കെ, റിയാക്ഷൻ ടു റിയാക്ഷൻ ആണ്. ഓക്കെ, എന്തായാലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം എന്താണ് ഏജന്റ് പറയണമെന്ന് അറിയില്ലല്ലോ. Let's talk about Sanju Samson. Being Sanju Samson, അത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഭയങ്കര ടഫാണ്. ബിക്കോസ് സഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മാച്ച് അല്ല ഒരു പ്ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു മാച്ച് ഒരു ഡേ ആണ്. ടാലൻറ്റ് സ്റ്റേസ്. ആൻഡ് ഇന്ന് കണ്ടതാണ് ടാലൻറ്റ്, പ്യുവർ ടാലൻറ്റ്. അപ്പോൾ സമയമെടുക്കും, എഫേർട്സ് ഉണ്ട്, ടീം വർക്കാണ്, ഇൻഡിവിജ്വൽ എക്സസൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്ത് കാണാത്തത് ഒരു പ്ലെയറുടെ ബിഹൈൻഡിലുണ്ട്. അതെ, എപ്പോഴും ഒരാൾ ഒന്നും പോലെ ഇരിക്കില്ലല്ലോ. ചിലപ്പം ഡൗൺ സ്റ്റേജ് ആയിരിക്കും, ചിലപ്പം അപ്പ് സ്റ്റേജ് ആയിരിക്കും. സോ എവ്രിതിങ് പെയ്ഡ് ഓഫ്. ഇന്നത്തെ ദിവസം ദാറ്റ് ഈസ് സംതിങ്, എന്താ പറയാ, സഞ്ജുവിന്റെ മാത്രം ദിവസമായിരുന്നു. സ്വപ്നം കണ്ട ദിവസം എന്ന് പറയില്ലേ. സഞ്ജു മാത്രമല്ല കേട്ടോ, സഞ്ജുവിന്റെ ഫാൻസ് അടക്കം, സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നവർ, ഈവൻ സഞ്ജുവിന്റെ ഹേറ്റേഴ്സ് അടക്കം. സഞ്ജുവിന്റെ ഹേറ്റേഴ്സ് അടക്കം ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, സഞ്ജുവിന്റെ ഹേറ്റേഴ്സ് എങ്ങനെ വരുന്നത് അറിയോ? എങ്ങനെയാണ് ഹേറ്റേഴ്സ് വരുന്നത്? സഞ്ജുവിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന പെർഫോമൻസ് വരാതെ ആകുമ്പോൾ ഇഷ്ടപ്പെട്ടവർ തന്നെ ഹേറ്റേഴ്സായി മാറുന്ന ഒരു തരം പാറ്റേൺ ആണ് സഞ്ജുവിനുള്ളത്. സോ ഈ ഒരു ഇന്നിങ്സ് എന്നെ കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് വിലയിരുത്താൻ പറ്റില്ല, അങ്ങനത്തെ ഒന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഈ ഒരു ഇന്നിങ്സ് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇതൊരു സ്പെഷ്യലാണ്, വൺ ഓഫ് എ കൈൻഡ് ഇന്നിങ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററിയിൽ. കാരണം ഇന്ത്യ ഇന്ത്യ സീനിലില്ല. പ്രഡിക്ഷനിൽ ബാറിൽ വരെ ഐ തിങ്ക് 70-30 ആയിരുന്നു ഇന്ത്യന്ന് കളി തുടങ്ങി 2 വിക്കറ്റ് പോയപ്പോൾ. ബട്ട് ദിസ് മാൻ ഇതാണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൂ ഈസ് സഞ്ജു സാംസൺ ഇൻ മൈ പേഴ്സണൽ ലൈഫ്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വേ ലോങ് ബാക്ക് സഞ്ജു, ഞാൻ അവിടെ ഫോട്ടോ ഒക്കെ വെക്കാം, കുറേ മുമ്പുള്ള പരിചയമാണ് സഞ്ജു. ലൈക്ക് എന്താ പറയുക, എനിക്ക് കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് സഞ്ജുവിൻ്റെ ഒപ്പം ഒരേ നെറ്റ്സിൽ ലൈക്ക് ബോൾ ചെയ്യാൻ. സഞ്ജു ഇൻ ആൻഡ് അറൗണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് പേഴ്സണലി സഞ്ജു തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സത്യത്തിലൊരു റോൾ മോഡൽ എന്ന് ഞാൻ പറയില്ല, എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് സഞ്ജു. അതെ, ഇപ്പം കുറേ പേർക്ക് ഇൻസ്പിറേഷൻ ആണ്. ബിക്കോസ് ഞാൻ എൽഡറാണ്, സഞ്ജുവിനേക്കാൾ എൽഡറാണ്. ബട്ട് കുറേ അധികം ലൈഫിലെ കർമ്മമുണ്ട്. ദിസ് മാൻ, ഇയാളൊരു എൻ്റെ ലൈഫിലുണ്ടാക്കിയ ഇമ്പാക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. സ്ട്രഗിൾ ചെയ്ത് ഒന്നും നടക്കാത്ത സമയം, ഒന്നും എവിടെയും കിട്ടാത്ത സമയമൊക്കെ ജസ്റ്റ് സഞ്ജു എന്താണെന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നിന്ന് മുന്നോട്ട് വരാനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടും. കാരണം ഇടുന്ന ഹാർഡ് വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, അതിനുവേണ്ടി എടുക്കുന്ന സമയം കണ്ടിട്ടുണ്ട്. ഹെയ്റ്റേഴ്സ് കൂടി വരുമ്പോഴും ചിരിച്ച് നിൽക്കുന്ന മുഖമായിട്ട് ഞാൻ സഞ്ജുവിനെ കണ്ടിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്കും വളരെ കൂളായിട്ട് ഉത്തരം പറയുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് എന്നും ഒരേ കൺസിസ്റ്റൻസിയിൽ ഒരു ഡ്രീമിന് വേണ്ടി ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ദാറ്റ് ഈസ് ദ ടഫസ്റ്റ് തിങ് ഗൈസ്. അതെ, എന്തായാലും എല്ലാവർക്കും ഇങ്ങനെ പറയാൻ ഒരുപാട് കാണും ഗൈസ്. കയറി പോവാൻ നോക്കും, റൺസ് അടിക്കും, അതിനുള്ള എഫേർട്സ് ഇടും, പ്രാക്ടീസ് ചെയ്യും, ട്രോള്. എസ്പെഷ്യലി ബീങ് എ മലയാളി, അത് വേറെ ടഫസ്റ്റ് തിങ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ലൈഫിൽ ഈ ചെങ്ങാതി ഇടുന്നൊരു എഫേർട്ടും ഇതൊക്കെ ഫൈറ്റ് ചെയ്ത് ഇത്രയും വർഷം ഈ ഒരു സീനിൽ, ഇൻ്റർനാഷണൽ സീനിൽ മാത്രമല്ല കേട്ടോ, ഡൊമസ്റ്റിക് സീനിൽ അടക്കം പിടിച്ച് നിൽക്കാറുണ്ട്. എല്ലാ പൊളിറ്റിക്സിനെയും എതിർത്ത് ഒരാൾ മല പോലെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. എൻ്റെ ലൈഫിൽ പല സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ആസ് എ ഹ്യൂമൻ ബീങ് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുണ്ട്. എൻ്റെ അച്ഛന് വയ്യാതെ കിടക്കുന്ന ഒരു ടൈം, ഇത് എനിക്ക് ഭയങ്കര ഇമോഷണൽ സാധനമാണ്. ഞാൻ അധികം അങ്ങനെ ആരോടും എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് എനിക്കും ഇക്ലാസിനും സഞ്ജുവിനും പിന്നെ എൻ്റെ അമ്മയ്ക്കും അത്ര പേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഞാൻ ബാംഗ്ലൂരിൽ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്ന സമയം എവിടെയും ഒന്നും എത്തില്ല എന്നുള്ള ആ ഒരു സംഗതി എനിക്ക് അറിയായിരുന്നു. കാരണം അതിനുള്ള ടാലൻ്റ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കോർപ്പറേറ്റ് ക്രിക്കറ്റ്
സ്വന്തമായപ്പോ തന്നെ പറയുന്നു ഒരു ടാലന്റ് ഉണ്ടായിരുന്നില്ല, എവിടെയും എത്തത്തില്ലായിരുന്നു എന്ന്. കളിച്ച് അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് അച്ഛൻ ഹോസ്പിറ്റലൈസ്. അച്ഛൻ ഇവിടെ നിന്ന് പോന്നു, സൗദിയിൽ നിന്ന് നാട്ടിൽ പോന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. കുറേ പൈസ ചിലവായി, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് അന്നും ഇന്നും ഒരൊറ്റ റിങ് അവേ, ഒരൊറ്റ കോൾ അപ്പുറത്ത് ഇക്ലാസ്, സഞ്ജു. ഞാൻ 2 ഓപ്ഷനാണ് ഞാൻ വയ്ക്കാറ്. അന്ന് ഞാൻ ഊമ്പി തെറ്റി നിൽക്കുന്ന സമയം, ഒന്നുമില്ല കളിക്കാറ്. നിങ്ങൾക്കറിയാലോ, ഒരാൾ ഒരു 10-24-25 വയസ്സിൽ പഠിച്ചിട്ട് ആ പണിക്ക് പോകുന്നില്ല, ക്രിക്കറ്റും കളിച്ച് ഊമ്പി തെറ്റി നടക്കുക. വീട്ടിൽ നിന്നും നാട്ടുകാരൊക്കെ ക്രിക്കറ്റിന് പിന്നാലെ പോകുന്നതിന് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക. അതെ അതെ, ആ വയസ്സല്ലേ, ആ വയസ്സ് പണിക്ക് പോകേണ്ട വയസ്സാണ്. അപ്പൊ കളിച്ച് നടന്ന ആരായാലും പറഞ്ഞു പോകും, കളിയാക്കുക. ആ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന്, അച്ഛൻ അറ്റാക്കായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പൈസ കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല, ആകെ നശിച്ച് നിൽക്കുന്ന സമയത്ത് ഒറ്റ കോളിൽ ഞാൻ ചോദിച്ച എമൗണ്ട് തന്നൊരു വ്യക്തിയുണ്ട്. ഞാൻ അന്ന് കണ്ടൊരു ഹ്യൂമൻ ബീയിങ് ഉണ്ട്. അത് എൻ്റെ പേഴ്സണൽ ലൈഫിലിട്ടാ. പിന്നെ ഇതെനിക്ക് വെരി പേഴ്സണലാണ്, പക്ഷെ ഇന്ന് എനിക്കിതൊക്കെ പറയണം. ഒന്നത് പിന്നെ അങ്ങോട്ട് അന്നും ഇന്നും എപ്പോഴും ഞാൻ അറിയുന്നൊരു സഞ്ജു സാംസൺ ഉണ്ട്. ആരും അറിയാത്ത, ഈ ഇത്രയും ക്രിറ്റിസിസം വരുമ്പോഴും ഇത്രയും ആൾക്കാർ പറയുമ്പോഴും ഈ മനുഷ്യൻ ഈ ചെറിയ ഒരു ചെറിയ വയസ്സാണല്ലോ, കമ്പയറിങ് ടു എന്താ പറയുക, ഈസ് യങ്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ച വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. അത് ഇങ്ങനെ ഈ ലൈഫിൽ ഇങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത പോലത്തെ ഒരു ഹെൽപ്പ് മാത്രമല്ല കേട്ടോ. ഇങ്ങനെയല്ല, എന്നെ ഹെൽപ്പ് ചെയ്ത ഇനിയും ലിസ്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഹെൽപ്പ് മാത്രമല്ല, ഇതല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്. ആളുകൾക്ക് ഒരു നേരം ഒന്നുമില്ലെങ്കിൽ ആ പരമച്ച, മനസ്സിലായോ, അതടക്കം ഭയങ്കര ഇൻസ്പയറിങ് ആയി ചങ്ങാതി. ഇപ്പോൾ ഇന്ത്യൻ ടീം കളിക്കുന്ന ഒരാളെ നിങ്ങൾ പുറത്തുനിന്ന് റോട്ടിൽ കാണാനേ സാധ്യതയില്ല. ബട്ട് സഞ്ജു സാംസനെ നിങ്ങൾക്ക് റോട്ടിലും കാണാം, തട്ടുകടയിലും കാണാം, കടപ്പുറത്തും കാണാം. അതങ്ങനത്തെ ഒരു ചിഹ്നമാണ്, മനസ്സിലായോ. അവിടെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് സഞ്ജു ഒരു ഫോട്ടോ, വേടാ ഒരു ഫോട്ടോ എടുക്കാം, മനസ്സിലായോ, അങ്ങോട്ട് പറയും. നിങ്ങൾ പോയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ പോയിട്ട് സഞ്ജുവിനോട്, സഞ്ജു എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എന്താ ചെയ്യണ്ടേ, കണ്ണും പൂട്ടി വട്ടം പിടിച്ചടിച്ചോ, ഭയങ്കര ഇങ്ങനത്തെ ഒരു ഇത്രയും ഒരു സിമ്പിൾ മാൻ ആണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ലൈഫിൽ എത്ര ഹൈറ്റ്സിൽ പോയാലും ഒരു ഡൗൺ ടു എർത്ത് സാധനം കീപ്പ് ചെയ്യുന്ന ഒരാളെ ഐ ഹവ് നോട്ട് സീൻ എനിവെയർ. പിന്നെ എൻ്റെ ബിഗ് ബോസ്, ഇതെനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ബിഗ് ബോസിൻ്റെ കാര്യം. ബിഗ് ബോസിൽ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു, നടന്നില്ല. കണ്ടിന്യൂസ്ലി എൻ്റെ കുറേ ഇൻ്റർവ്യൂസ് കഴിഞ്ഞു, നടന്നില്ല. വീണ്ടും ഇപ്പോൾ അച്ഛൻ അന്നുണ്ടായപ്പോൾ സഞ്ജു ആണ് ഹെൽപ്പ് ചെയ്ത്, അങ്ങനത്തെ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഇന്നും ഞാൻ ആ കാശ് സഞ്ജുവിന് തിരിച്ചു കൊടുക്കൂല. കാരണം എന്താ പറയുക, എനിക്ക് ആ കടപ്പാട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നും ആ ഒരു കടം സഞ്ജുവിനോട് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ റെസ്പെക്റ്റ് പോവില്ല, തിരിച്ചു കൊടുത്തോ അല്ലെങ്കിൽ അത് ഞാൻ റീപേ ചെയ്തോ എനിക്ക് ആ റെസ്പെക്റ്റ് പോവില്ല. അല്ലെങ്കിലും ബട്ട് സ്റ്റിൽ അങ്ങനെ കടപ്പെട്ടിരിക്കാൻ ഞാൻ ഭയങ്കര താല്പര്യപ്പെടുന്നതുകൊണ്ട് ഞാനത് കൊടുത്തിട്ടില്ല ഇതുവരെ. ഇനിയുള്ളത് ബിഗ് ബോസിൻ്റെ കഥയാണ്. ബിഗ് ബോസിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിൽ ഞാൻ ഇതേപോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്തം വിട്ട് മുമ്പിൽ തെറ്റിരിക്കുമ്പോൾ ജസ്റ്റ് അവിടെ അന്തം വിട്ട് മുമ്പിൽ തെറ്റിരിക്കുന്നത് എല്ലായിടത്തും അത് തന്നെ ആയിരുന്നു അവസ്ഥ. ആദ്യം പിന്നെ എല്ലാം ട്രൈ ചെയ്യുകയും ബെറ്റർ അടുത്ത് കിട്ടും. ഒരു ദിവസം കണ്ടപ്പോൾ സഞ്ജു ചോദിച്ചു, വാട്ട് ഈസ് യുവർ എന്താ അതിൻ്റെ ഫ്യൂച്ചർ എന്താ, ചുമ്മാ വീഡിയോ ഇട്ടിട്ട് നിന്നെ ഇന്ന് കണ്ട്, സഞ്ജു എപ്പോഴും പറഞ്ഞ കാര്യമാണ്, നിന്നെ ഇന്ന് കാണുന്നുണ്ട് നാളെ കാണും അറിയില്ല, നിന്നെ എല്ലാവരും വെട്ടൂടെ, നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നീ വിളിച്ചു പറയണേ, എന്താ എൻ്റെ അവസ്ഥ എന്നുള്ള രീതിക്ക് എപ്പോഴും സംസാരിക്കാറുണ്ട്. നിന്നെ ഇന്ന് കാണും നാളെ നിന്നെ കാണുമോ, ഇതാണ് ചോദ്യം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് ബിഗ് ബോസ് പോകണം, അല്ലയാ ബിഗ് ബോസ് പോകണം, പ്ലീസ് ബിഗ് ബോസ് പോകണം. ഈ ക്ലാസ്സിനോട് പറഞ്ഞ്, സഞ്ജുവിനോട് പറഞ്ഞ്, പിന്നെ അവിടുന്ന് അവരിട്ടൊരു എഫേർട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന ബിഗ് ബോസിലിടാൻ അവർ എഫേർട്ട് എടുക്കണം, അത് സഞ്ജു എഫേർട്ട് എടുക്കണം, ഇക്ലാസ് എഫേർട്ട് എടുക്കണം. ബൈ ദ വേ ഇക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെയും സഞ്ജുവിൻ്റെയും കോമൺ ഫ്രണ്ടാണ്, എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ സഞ്ജുവും ഇക്ലാസും ഒക്കെ എടുത്തൊരു എഫേർട്ട് ഉണ്ട്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും റെസ്യൂം കൊടുത്തു. എൻ്റെ ബിഗ് ബോസ് ജേർണിയിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിലിപ്പോൾ റോബിനൊരു പങ്കുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. അത് റോബിൻ്റെ പങ്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കാരണം റോബിനാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫൈൽ കൊടുക്കാൻ സഹായിച്ചത്, അത് വേറൊരു കാര്യം. ബട്ട് സഞ്ജു എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സഞ്ജു എന്ന് പറഞ്ഞൊരാൾ നമുക്ക് വേണ്ടി വേറൊരാളോട് വിളിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യല്ല, ദാറ്റ്സ് എ റിക്വസ്റ്റ്.
സഞ്ജു ഒരാളെ വിളിച്ച് സഞ്ജു ഓക്കെ അവന് വേണ്ടി, അതായത് എനിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ. അതെ അതെ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ കുറേ പേരുണ്ട്, എൻ്റെ ലൈഫിൽ അങ്ങനെ ആരുമില്ല. ഞാൻ ബിഗ് ബോസിന്റെ അകത്തുനിന്ന് പേര് പറയാതെ 1-2 ആൾക്കാരെ പേര് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പേര് സഞ്ജുവാ. ബിക്കോസ് ദാറ്റ് മാൻ, ആ ചെങ്ങാതി ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഓരോ ടേണിംഗ് പോയിന്റ്സിലും, ഇപ്പോൾ അച്ഛൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, എൻ്റെ ബിഗ് ബോസ് എൻട്രിക്ക്, അങ്ങനെ ലൈഫിൽ ഓരോ സിറ്റുവേഷനിലും ഈ വ്യക്തി, ഈ പേഴ്സൺ തരുന്ന ഒരു തരം ഇൻസ്പിറേഷൻ ഉണ്ട്. ആ പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക്, സഞ്ജു അങ്ങനെ ക്ലോസ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ആ സർക്കിളിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന ഒരു തരം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭീകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ പറയുക, അത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇങ്ങനെ സഞ്ജുവിന് ഭയങ്കരമായിട്ട് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുക, ട്രോള്. പക്ഷെ അവരോടൊന്നും എനിക്കൊന്നും തിരിച്ച് പറയാനില്ല. കാരണം അവർ കാണുന്ന സഞ്ജു സാംസൺ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സ്പെക്റ്റേഷൻ ഒത്ത് കളിക്കാതെ പെട്ടെന്ന് ഔട്ടായി പോരുന്നൊരു സഞ്ജു സാംസണെയാണ്. പക്ഷെ അതിലുപരി ആ മനുഷ്യൻ എന്താണെന്ന് ലൈഫിൽ അറിയുന്നത് കൊണ്ടും ആ മനുഷ്യൻ കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നതുകൊണ്ടും ആയിരിക്കണം എനിക്ക് സഞ്ജു സാംസനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അയ്യോ, അത് ആർക്കായാലും ശരിയാണ്. നമ്മുടെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിഷമം തോന്നും. അതേപോലെ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ പിന്നെ ഞാനത് മൈൻഡിൽ നിന്ന് ഓക്കെ, കളി കാരണമാണല്ലോ, ഈ ഹ്യൂമൻ ബീങ്ങിനെ ആർക്കും അറിയില്ലല്ലോ എന്നുള്ളത്. വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്. ഇന്ന് ഈ ഹൈറ്റ്സിൽ സഞ്ജു സാംസൺ എത്തിയിട്ടുണ്ട്. നാളെ ഇന്ത്യനെ ക്യാപ്റ്റൻ ആവും എന്നുണ്ടെങ്കിൽ, ആവുന്നുള്ള കാര്യം ഉറപ്പ്, നാളെ ഇന്ത്യനെ ക്യാപ്റ്റൻ സഞ്ജു ഉറപ്പിച്ചു. നിങ്ങളൊരു 1 year 2 year സഞ്ജു വിൽ ലീഡ് ഇന്ത്യൻ ടീം. ഫസ്റ്റ് ഇന്ത്യൻ മലയാളി, ലൈക്ക് ഇന്ത്യൻ ടീമിന്റെ മലയാളി ക്യാപ്റ്റൻ ഉറപ്പാണ് കാര്യം. ഞാൻ അങ്ങനെ തന്നെ പ്രൗഡ് മലയാളി ക്യാപ്റ്റൻ എന്ന് പറയാം നമുക്ക്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പറയുമ്പോൾ എന്താ പറയുക, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ കുറേ പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കാരണം ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ഇമോഷണൽ അൺബാലൻസ് ആയി പോകും എനിക്കത്. അങ്ങനെ എൻ്റെ ബിഗ് ബോസ്, അങ്ങനെ പേഴ്സണൽ ലൈഫിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തി മാസീവ് റെസ്പെക്റ്റ് ഞാൻ പേഴ്സണലി വെക്കുന്ന ഒരാളാണ്. എന്താണെങ്കിലും ഇന്ന് ഈ ഇന്നിങ്സ് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഈ ഇന്നിങ്സ് എങ്ങനെ എന്തെന്നും പറയാൻ എനിക്കൊന്നുമില്ല. ഓക്കെ, ഇതൊരു ഇന്നിങ്സ് ആണ്. ആൻഡ് ദിസ് വിൽ കീപ്പ്, എന്താ പറയുക, ഈ വ്യക്തി എന്താന്നുള്ളതിൻ്റെ ഒരു മാർക്ക് അത് ഓൾറെഡി ഇട്ടതാണ്. ഒരുപാട് സെഞ്ചുറി അടിച്ചു. ഇതിന്ന് സെഞ്ചുറീൻ്റെ മുകളിലാണ്, 100ന് മുകളിലാണിത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ഇന്നിങ്സ്, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. എനിക്ക് ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇനി പറയാനുണ്ട്, നട്ടപ്പാതിരായതുകൊണ്ട് ഞാൻ പറയാതെ വെച്ചാൽ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പറയണ്ട. അതൊക്കെ പേഴ്സണലി ഞാനങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു, നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് അറിയിച്ചതാ. ഓക്കെ, എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു ഇത് നമ്മുടെ സഞ്ജു സാംസണിനെ കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും കൊള്ളാം ഗൈസ്. എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്, കളീനെ കുറിച്ചല്ല. സോ എന്തായാലും കൊള്ളാം ഗൈസ്, കേട്ടിരിക്കാം അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ. എന്തായാലും നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്, കുറേ സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ കുറേ പേരെ സഹായിച്ചിട്ടും ഉണ്ടാകാം. സോ എന്തായാലും നമുക്കങ്ങനെ ആരുമില്ല, അത് വേറെ കാര്യം. സോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ഷെയർ കൂട്ടുകാരിലേക്ക് സെൻഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് അടിക്കുക, ആർക്കും എന്തും കമൻ്റ് അടിക്കുക. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണാം.